ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഏലം കുത്തകപ്പാട്ട ഭൂമിയുടെ കാലാവധി പുതുക്കി നൽകുവാൻ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടർക്ക് പരാതി നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകന് കുടിയിറക്കൽ നോട്ടീസ് നൽകി. ഏലം കുത്തകപ്പാട്ട ഭൂമിയുടെ കാലാവധി പുതുക്കി നൽകുവാൻ 1 ലക്ഷം രൂപയിലധികം കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിൽ ക്ഷുഭിതരായി ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നും 7 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകന് കുടിയിറക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ. പാമ്പാടുംപാറ കോട്ടപ്പുറത്ത് ചാക്കോ ചാണ്ടിക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാട്ട വ്യവസ്ഥകൾ ലംഘിച്ച് വീടും കടമുറികളും നിർമ്മിച്ചുവെന്നാരോപിച്ചാണ് കർഷകന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാരാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ ടൗണിനോട് ചേർന്ന് നിരവധി ആളുകൾ കെട്ടിടവും കടമുറിയും നിർമ്മിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോലയിലെ ഭൂരിഭാഗം കർഷകരും ഏലം കുത്തകപ്പാട്ട ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നതും. പാട്ടകാലാവധി അവസാനിക്കുമ്പോൾ കാണ്ടമം സെറ്റിൽമെന്റ് ഓഫീസിൽ നിന്നും പുതുക്കി നൽകുകയാണ് പതിവ്. ചാക്കോ ചാണ്ടി 1997 പാമ്പാടുംപാറ ടൗണിനോട് ചേർന്ന് 98 സെന്റ് സ്ഥലം വാങ്ങിയത്. പിറ്റേ വർഷം വീടും 3 ഷട്ടർ മുറികളോടും കൂടി കെട്ടിടം നിർമ്മിച്ചു. 2001 20 വർഷത്തേക്ക് റവന്യൂ അധികൃതർ കുത്തകപ്പാട്ടം പുതുക്കി നൽകി. 2021 പാട്ടകാലാവധി അവസാനിക്കുമ്പോൾ പുതുക്കി നൽകാൻ അപേക്ഷ നൽകിയെങ്കിലും കാണ്ടമം സെറ്റിൽമെന്റ് ഓഫീസിലെ ജീവനക്കാർ 1 ലക്ഷം രൂപയിലധികം പടി ആവശ്യപ്പെടുകയും നൽകാത്തതിനെ തുടർന്ന് പുതുക്കി നൽകാൻ തയ്യാറാകുന്നുമില്ലെന്നാണ് ചാക്കോ ചാണ്ടി പറയുന്നത്. ഞാൻ 66 കുത്തകപ്പാട്ടം പുതുക്കാൻ ചെന്നപ്പം എന്റെ അവിടുത്തെ ജോലിക്കാർ 1 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു. അതുകൊണ്ട് ഞാൻ കൈക്കൂലി കൊടുക്കാതെ കളക്ടർക്ക് പരാതി കൊടുത്തു. ഇതേപോലെ എന്റെ അടുത്ത് പൈസ ചോദിക്കുന്നു പറഞ്ഞു. ആ കളക്ടർക്ക് പരാതി കൊടുത്തുകൊണ്ട് എന്നെ ഈ സ്ഥലത്തിനകത്തുനിന്ന് ഇറക്കി വിടാനായിട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് വന്നേക്കുക. എന്റെ ആ ബിൽഡിംഗ് വെച്ച് അതുകൊണ്ടാണ് എന്റെ ഉപജീവന മാർഗം. എനിക്ക് വേറെ ഒരു വഴിയില്ല. ഞാനൊരു രോഗിയും കൂടിയാണ്. അന്നേരം ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോനേട്ടാ. എന്റെ മുന്നേ ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ആത്മഹത്യ. ഇറക്കി വിടാൻ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് ഇവരുടെ അടുത്ത് പ്രതികരിച്ച് നിൽക്കാൻ പറ്റുമോ? ഇത്രയും കുത്തകപ്പാട് സ്ഥലത്ത് നിന്ന് വേറെ ആരെയും ഇറക്കി വിടുന്നില്ല. എന്നെ മാത്രം ഇറക്കി വിടാനായിട്ടാണ് ഗവൺമെന്റ് ഈ നോട്ടീസ് വന്നത്. തുടർന്ന് അനധികൃതമായി നിർമ്മാണം നടത്തിയെന്നും കെട്ടിടം വാടകയ്ക്ക് നൽകിയെന്നും കാട്ടി ജില്ലാ കളക്ടർ പാട്ടം റദ്ദാക്കിയതായി റവന്യൂ അധികൃതർ ഇദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. കൈക്കൂലി നൽകാത്തതിനാൽ പാട്ടം പുതുക്കി നൽകിയില്ലെന്ന് കാട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിൽ ക്ഷുഭിതരായാണ് തനിക്ക് കുടിയിറക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് ചാക്കോ ചാണ്ടി പറയുന്നത്. മാത്രവുമല്ല, സമീപത്തെ പല ബഹുനില കെട്ടിടങ്ങളും കുത്തകപ്പാട്ട ഭൂമിയിലാണ്. ഇവർക്കെല്ലാം പുതുക്കി നൽകിയിട്ടുമുണ്ട്. ഇത് തന്റെ ഉപജീവന മാർഗമാണെന്നും ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്നും സമ്മർദ്ദമേറിയാൽ ഈ കെട്ടിടത്തിൽ തന്നെ താൻ ജീവനൊടുക്കുമെന്നാണ് രോഗിയും വയോധികരുമായ ചാക്കോ ചാണ്ടി പറയുന്നത്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.